പ്രിയ സുഹൃത്തുക്കളെ, ഗ്രാനൈറ്റ്സ് വണ്ടർ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു മെറ്റീരിയലാണ്. ഇന്ത്യൻ ഗ്രാനൈറ്റുകളിൽ പ്രത്യേകിച്ച് ബ്ലാക്ക് ഗ്രാനൈറ്റിലെ ഏറ്റവും മികച്ച ക്വാളിറ്റിയോടുകൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗ്രാനൈറ്റിൻ്റെ ടൈപ്പ് ടോപ്പിൽ വരുന്ന, അതായത് ടൈപ്പ് 6-ലോ 7-ലോ പെടുത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള ബ്ലാക്ക് ഗ്രാനൈറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള തെലങ്കാനയിലെ കമ്മം എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കമ്മത്തെ ബ്ലാക്ക് മെറ്റീരിയലിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. യാതൊരുവിധ വാട്ടർ അബ്സോർപ്ഷൻ ഇല്ലാത്തതും യാതൊരുവിധ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ സാധിക്കാത്തതുമായിട്ടുള്ള, പ്രത്യേകിച്ച് അപ്പോക്സിയോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ ഒന്നും മിക്സ് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയുള്ള ഏറ്റവും മികച്ച ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് കമ്മം ബ്ലാക്ക്. കമ്മം ബ്ലാക്കിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 3 ഇൻഡസ്ട്രിയൽ ഏരിയകളാണ് മെറ്റീരിയൽ കട്ട് ചെയ്യുന്നത്. മുതുകുണ്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കാനാപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഗോപാലപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. 2 രീതിയിലുള്ള മെറ്റീരിയലുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഇതിൻ്റെ കട്ട് പീസ്, അതായത് 10 mm തിക്നെസ്സിൽ 1/1 മുതൽ 1-1, 2-1, 3-1 അങ്ങനെ ഒരു 4 അടി 5 അടി വരെ നീളമുള്ള 10 mm തിക്നെസ്സിലുള്ള ടൈലും, അതുപോലെ തന്നെ സ്ലാബിൻ്റെ കനത്തിലുള്ള കട്ട് പീസുകൾ, അതായത് 1-1 മുതൽ ഏകദേശം നമുക്കൊരു 9 അടി നീളം വരെയുള്ള 2 അടി 2.25 അടി 2.5 അടി വീതിയിൽ വരെ ലഭ്യമാകുന്ന കട്ട് സൈസിൻ്റെ 16-17 mm തിക്നെസ്സിലുള്ള സ്ലാബുകളും ഇവിടെ അവൈലബിൾ ആണ്. അത് കട്ട് പീസായിട്ടാണ് നമുക്ക് കൂട്ടുന്നത്. സ്ലാബുകൾ എന്ന് പറയുമ്പോൾ 16 mm 17 mm തിക്നെസ്സിൽ സാധാരണ സ്ലാബുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കട്ട് പീസ് എന്ന കാറ്റഗറിയിൽ വേറൊരു തരത്തിൽ 16-17 mm സൈസ് 4 സൈഡും കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത ഒരു മെറ്റീരിയലുകൾ കൂടി ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ പോളിഷുകൾ 2 തരത്തിലുള്ള പോളിഷ്, മാനുവൽ പോളിഷും ഉണ്ട്, ലൈനർ പോളിഷും ഉണ്ട്. ഇവിടുത്തെ മെറ്റീരിയലുകളെ കുറിച്ച് പറയുമ്പോഴത്തേന് മാനുവൽ പോളിഷ് ആയാലും ലൈനർ പോളിഷുകളായാലും ഈ മെറ്റീരിയൽ ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകളായതുകൊണ്ട് തന്നെ നമുക്ക് മാനുവൽ പോളിഷും ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന, ഇവിടുന്ന് തിരഞ്ഞെടുക്കുന്നതിൽ യാതൊരുവിധ കുഴപ്പവും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കട്ട് പീസ് എന്ന കാറ്റഗറിയിൽ പെടുന്ന മെറ്റീരിയലുകൾ എടുക്കുമ്പോൾ അതിന് സ്ലാബിനെ അപേക്ഷിച്ച് റേറ്റ് വളരെ കുറവാണ് നമുക്ക് ലഭിക്കുന്നത്. സ്ലാബിന് വളരെയധികം റേറ്റാണ്. അതായത് പ്രീമിയം ക്വാളിറ്റി വരുന്ന ലൈനർ പോളിഷ് മെറ്റീരിയൽ, നല്ല ഡാർക്ക് മെറ്റീരിയൽ 240 രൂപ വരെ ഇവിടെ റേറ്റ് ഉണ്ട്. കാരണം ഇവിടെ നിന്ന് മെയിനായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് എക്സ്പോർട്ട് ചെയ്ത് പോവുകയാണ്. ലോക്കൽ മാർക്കറ്റിലേക്ക് വളരെ കുറച്ച് മെറ്റീരിയലുകൾ മാത്രമേ പോകുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ കട്ട് സൈസിലുള്ള സ്ലാബുകളാണ്. കട്ട് സൈസിലുള്ള സ്ലാബുകൾക്ക് സ്വതവേ റേറ്റ് കുറവാണ്. അതിനകത്ത് നമുക്ക് ഈ പറയുന്ന 3 അടി മുതൽ 4 അടി വരെയുള്ള സൈസിനൊരു റേറ്റ്, 4 അടി മുതൽ 5 അടി താഴെ വരെയുള്ള സ്ലാബുകൾക്ക് ഒരു റേറ്റ്, 5 അടി മുതൽ 6 അടി, അതായത് 72 ഇഞ്ച് വരെയുള്ള സ്ലാബുകൾക്ക് ഒരു റേറ്റ്, 6 അടി മുതൽ 9 അടി വരെയുള്ള സ്ലാബുകൾ, അതായത് 7 അടി ആയാലും 8 അടി ആയാലും 9 അടി ആയാലും ഒരേ റേറ്റ്. പക്ഷേ നമുക്ക് സ്ലാബിൻ്റെ റേറ്റിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ റേറ്റിൽ ആ സ്ലാബ് നമുക്ക് ലഭ്യമാകും. അപ്പം ഇനി കൂടുതൽ നമ്മൾ ആ മെറ്റീരിയൽ ഒന്ന് കാണിച്ചുകൊണ്ട്, ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകതകളൊന്ന് വിവരിച്ചുകൊണ്ട് നമുക്ക് ഫാക്ടറികളിലേക്കും മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസിലേക്കും കിടക്കാം. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഗ്രാനൈറ്റ്സ് വണ്ടർ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഫാക്ടറിയുടെ ഉള്ളിലാണുള്ളത്. ഇതാണ് കട്ട് പീസ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ. ഇതിപ്പോൾ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന മെറ്റീരിയലാണ്. ഇത് 1 അടി വീതിയിൽ, 2 അടി വീതിയിൽ, 2.25 അടി വീതിയിലെല്ലാം നമുക്ക് ലഭ്യമാണ്. നീളം വന്നിട്ട് 3 അടി, 3.25 അടി, 3.5 അടി, 4 അടി അങ്ങനെ 9 അടി വരെ നീളത്തിലും, വീതി മാക്സിമം 1 അടി മുതൽ 1 അടി, 1.25 അടി, 1.5 അടി, 2 അടി, 2.25 അടി അങ്ങനെ 2.5 അടി വരെ വീതിയിലും നമുക്ക് ലഭ്യമാണ്. തിക്നെസ് വന്നിട്ട് 16-17 mm ആണ്. വലിയ വ്യത്യാസമില്ലാണ്ട് തിക്നെസ് നമുക്ക് ലഭ്യമാവും ഇവിടെ. ഇത് സ്റ്റെയർകേസ് സ്റ്റെപ്പുകൾക്കും സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പുകൾക്കും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ 4 അടിക്ക് മേലെയുള്ള സ്ലാബുകളെല്ലാം നമുക്ക് കിച്ചൺ സ്ലാബുകളായിട്ട് കൊടുക്കുവാൻ സാധിക്കും. കേരളത്തിലെ ഡീലർമാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ബ്ലാക്ക് സ്ലാബിന് സ്വതവേ എല്ലായിടത്തും വളരെയധികം റേറ്റുള്ള സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ റേറ്റ് കുറഞ്ഞ് ലഭിക്കും. മികച്ച ഗുണമേന്മയോട് കൂടിയും ഏറ്റവും നല്ല സ്ലാബുകൾ കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ലെതർ ഫിനിഷ് മെറ്റീരിയലാണ്. ലെതർ ഫിനിഷ് മെറ്റീരിയൽ നമുക്ക് ബാത്റൂമിൻ്റെ ഫ്ലോറിൽ ഉപയോഗിക്കാം, സിറ്റ് ഔട്ട് ഉപയോഗിക്കാം, സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പുകൾക്കെല്ലാം ഉപയോഗിക്കാം. ഇത് നമുക്ക് ചെറിയ പീസിൽ ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് അവർ നമുക്ക് റെഡിയാക്കി തരാം. ബാത്റൂമിൻ്റെ ഫ്ലോറുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മെറ്റീരിയൽ ലെതർ ഫിനിഷ്. ഇത് സ്ട്രിപ്പാണ്. സ്കേർട്ടിങ്ങിനും
റൈസറിനും ഒക്കെ ബോർഡർ വർക്കുകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷേ ഇത് കേരള മാർക്കറ്റിലേക്ക് അധികം പോകാറില്ല. ഇത് കൂടുതലും നോർത്ത് ഇന്ത്യയിലേക്കാണ് പോകുന്നത്. ഇത് 2 ഇഞ്ച് വീതി മുതൽ ഇവിടെ ലഭ്യമാണ്. 2 ഇഞ്ച്, 4 ഇഞ്ച്, 6 ഇഞ്ച് വരെ വീതിയിൽ ലഭ്യമാണ്. ഇത് ഫ്ലെയിംഡ് ഫിനിഷിലുള്ള സ്ലാബാണ്. ഫ്ലെയിംഡ് ഫിനിഷിലുള്ള സ്ലാബ് നമുക്ക് ബാത്റൂമിൻ്റെ ഫ്ലോറ്, കാർ പോർച്ചിലൊക്കെ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. വെള്ളം ഒട്ടും തന്നെ അബ്സോർബ് ചെയ്യാത്ത മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ബാത്റൂമിൻ്റെ ഫ്ലോറിലും കാർ പോർച്ചിലും എല്ലാം വിരിക്കാം. തിക്നെസ് 16-17 mm ഉള്ളതുകൊണ്ട് കാർ പോർച്ചിൽ വണ്ടി ഉൾപ്പെടെ കയറുന്നതിന് ഈ മെറ്റീരിയലിന് പ്രശ്നം ഉണ്ടാവില്ല. കാരണം ലോഡ് താങ്ങും. ഇതാണ് ഏറ്റവും നിർണായകമായ പ്രവൃത്തി ഇവിടുത്തെ. അതായത് വന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സോർട്ട് ചെയ്യണം. മെറ്റീരിയൽ സോർട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് മാർക്ക് ചെയ്ത് മാറ്റി വയ്ക്കണം. ഓരോ പീസും തുടച്ച് വൃത്തിയാക്കി അവർ നമുക്ക് കാണിച്ചു തരും. അതിൽ നിന്ന് നമുക്ക് വേണ്ട മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. അല്ലാത്ത മെറ്റീരിയൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. നമ്മൾ ഓക്കെ പറഞ്ഞ് സൈൻ ചെയ്യുന്ന മെറ്റീരിയലുകളാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനകത്ത് വാട്ടർ ലൈനാണ് മെയിനായിട്ടുള്ളത്. ബ്ലാക്ക് ലൈനും വൈറ്റ് ലൈനും പാച്ചും എല്ലാം വരും. അതിനകത്ത് സിംഗിൾ വാട്ടർ ലൈൻ മാത്രമാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ക്വാളിറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒന്നിൽ കൂടുതലുള്ള ലൈനുകളും അതുപോലെ വൈറ്റ് ലൈനുകളും പാച്ചുകളും ഒന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ പ്രൈസിനെ അനുസരിച്ചിരിക്കും. പൂർണ്ണമായും ലൈനുകൾ ഒഴിവാക്കി നമ്മൾ മെറ്റീരിയൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. കാരണം അത് എക്സ്പോർട്ട് ക്വാളിറ്റി ആവും. സ്വതവേ നമ്മൾ കൊമേഴ്ഷ്യൽ ചോയ്സ് മെറ്റീരിയലാണ് നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ പോകുന്നത്. അതായത് ചെറിയ ചെറിയ ഡിഫക്റ്റുകളൊക്കെ ഉണ്ടാവും. കാരണം പ്രൈസിൽ അത്രമാത്രം ഡിഫറൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായ ലൈനുകൾ ഒഴിവാക്കി എടുക്കുമ്പോൾ ആ പ്രൈസിൽ അത്രമാത്രം ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. എന്നാലും സ്വതവേ നമുക്കൊരു 80% മെറ്റീരിയലോടെ നമുക്ക് ഫ്രഷ് മെറ്റീരിയൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ലോഡിങ് പ്രോസസ്സാണ്. ലോഡിങ് എല്ലാം ഇവിടെ 10-ൽ അധികം സ്റ്റാഫുകൾ ഉള്ളതുകൊണ്ട് ഒരു 30 ടൺ വണ്ടിയെല്ലാം അവരൊരു 4-5 മണിക്കൂർ കൊണ്ട് ലോഡ് ചെയ്ത് തരും. മാർക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ വണ്ടി വിളിച്ച് വണ്ടി ലോഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് കേരളത്തിലേക്കുള്ള ലോഡാണ്. ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം ഓരോ പീസുകളായിട്ടാണ് ലോഡ് ചെയ്യുന്നത്. കാരണം ഇത് പാക്ക് ചെയ്താനോ അങ്ങനെയൊന്നും പറ്റാത്തത് കൊണ്ട് ഓരോ പീസുകളായിട്ട്, വലിയ പീസുകളായതുകൊണ്ട് ഓരോ പീസുകളായിട്ടാണ് അവർ ലോഡ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടാണ് അവർ ലോഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അടിയിൽ തടിക്കഷ്ണമൊക്കെ വെച്ചിട്ടാണ് അവർ ലോഡ് ചെയ്യുന്നത്. ലോഡ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്ന പാക്ക് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ് ഈ കാണുന്നത്. ഇനി നമ്മളിത് കേരള മാർക്കറ്റിലേക്ക് പോകുന്നു.